ഇത്രയേറെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കരിയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ അതൊക്കെ എന്നെ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാമിൻ്റെ 1 hour ക്ലാസ് എനിക്ക് കംപ്ലീറ്റ് ഫോക്കസ് ചെയ്ത് കേട്ടിരിക്കാൻ പറ്റാറുണ്ട്. മാമിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കേട്ടിരിക്കാൻ തോന്നും, ഒരു ബോറടി ഇല്ലാതെ. പൊതുവേ ഞാൻ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റ് ആവുന്ന ഒരാളാണ്. ഒരു ADHD ഉള്ള കുട്ടികളുടെ ഒരു അവസ്ഥയാണ് എനിക്ക്. കുറച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. പക്ഷേ ഞാൻ കുറച്ചും കൂടി കൂടുതൽ നേരം കേട്ടിരിക്കുന്ന ഒരു ക്ലാസ് മാമിൻ്റെ മാത്രമാണ്. വേറെ ഒരു മെൻറ്റേഴ്സിൻ്റെയോ ഈവൻ 30 മിനിറ്റ്സ് ഉള്ള റീൽസ് പോലും എനിക്ക് കണ്ടിന്യൂസ് നോക്കിയിരിക്കാൻ പറ്റില്ല. പക്ഷേ മാമിൻ്റെ 1 hour ക്ലാസ് എനിക്ക് കംപ്ലീറ്റ് ഫോക്കസ് ചെയ്ത് കേട്ടിരിക്കാൻ പറ്റാറുണ്ട്. ക്രിട്ടിക്കലായ സാഹചര്യങ്ങളിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് ലൈഫിലൊരു ക്ലാരിറ്റി കിട്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇത്രയേറെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കരിയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നമുക്ക് മാറ്റം, നമ്മളിലൂടെ മറ്റുള്ളവർക്ക് മാറ്റം. അപ്പോൾ അത് വളരെ ഗ്രേറ്റ്ഫുൾ ആയൊരു കാര്യമാണ്. അപ്പോൾ അത്രയേറെ വലിയ മാറ്റങ്ങളും ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യങ്ങളും കൊണ്ട് തന്ന ഒരു കരിയറാണിത്. ഇത് മറ്റുള്ളവർക്കും ഒരു ദിശാബോധം നൽകാൻ എനിക്ക് കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം, ഒരു കോൺഫിഡൻസ് ഇപ്പോൾ എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് വേണമായിരുന്നോ ആ ഒരു പാത്തിലൂടെയാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലൈഫ് കോച്ച് എന്നുള്ളത് ഇതിൻ്റെ കൂടെ കൊണ്ടുപോകും. ബട്ട് ഞാൻ ആഗ്രഹിച്ച കാര്യത്തിൽ ഇപ്പോൾ ഞാൻ വളരെ ബിസി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി മുന്നോട്ട് കുറച്ച് സ്റ്റക്കായിരിപ്പോൾ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാമിൻ്റെ ആ ഒരു നമുക്ക് കിട്ടുന്ന ഒരു അവയർനെസ്സാണ് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. മുന്നോട്ട് എന്താണ് ഇനി അടുത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയൊക്കെ അത് മൈൻഡിലെടുക്കണം എന്നുള്ളതും. പിന്നെ ഞാൻ കുറച്ച് സ്പിരിച്വലിയും കണക്റ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ എന്നെ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും മാമിൻ്റെ സപ്പോർട്ട് പറയാതിരിക്കാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച്.